ഷഫീഖിനെ പരിചരിക്കാൻ സർക്കാർ തെരഞ്ഞെടുത്ത രാഗിണി കഴിഞ്ഞ 11 വർഷമായി പോറ്റമ്മയായി ഷഫീഖിനൊപ്പമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ സർക്കാർ ജോലി ലഭിച്ചെങ്കിലും ഷഫീഖിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു രാഗിണിയുടെ നിർബന്ധം. ഇതോടെ ജോലിക്കാര്യത്തിൽ സർക്കാർ ചില ഇളവുകളും രാഗിണിക്ക് നൽകി. പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഷഫീഖിനെ ഏറ്റെടുക്കാൻ ആരുമുണ്ടായില്ല. ഇതോടെ ഷഫീഖിന് ഒരു കെയർടേക്കർ നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2013 ഓഗസ്റ്റ് 15 രാഗിണി ആദ്യമായി ഷഫീഖിനെ കാണാനെത്തി. ആശുപത്രി കിടക്കയിൽ മുറിവുകളുമായി ചലനമറ്റ് കിടന്നിരുന്ന ആ 4 വയസ്സുകാരനെ സംരക്ഷിക്കാൻ രാഗിണി തീരുമാനിച്ചു. ആദ്യം താൽക്കാലിക സംരക്ഷണ ചുമതല. രാഗിണിയുടെ പരിചരണത്തിൽ ഷഫീഖിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. വാവച്ചി എന്ന് വിളിച്ച രാഗിണി ഷഫീഖിന്റെ പോറ്റമ്മയായി. ഷഫീഖിന് രാഗിണിയും രാഗിണിക്ക് ഷഫീഖുമില്ലാതെ വയ്യെന്നായി. ഓഗസ്റ്റ് 15 രാവിലെ 6 മണിക്ക് ഇറങ്ങാണ്. 6 മണിക്ക് വാവച്ചിന് ICU കയറി ഞാനും എൻ്റെ അപ്പായും ജോസാറും കാണുകയാണ്. അന്നാണ് വാവച്ചിന് ഉമ്മ കൊടുത്തതും അവൻ്റെ മണം എന്താണെന്ന് അറിഞ്ഞതും അവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞതും എല്ലാം. പക്ഷെ ഒരിക്കലും ഓർത്തില്ല ഇത്ര കാലം നീണ്ടുപോകുമെന്നും അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയായി മാറുമെന്ന് ഒരിക്കലും ഓർത്തിട്ടില്ല. 2014 ഷഫീഖിനെ തൊടുപുഴ അൽ-അസർ ആശുപത്രി ഏറ്റെടുത്തു. ആശുപത്രിയുടെ 7ാം നിലയിൽ ഷഫീഖിന് പ്രത്യേക താമസ സൗകര്യവും തുടർ ചികിത്സയും നൽകി. അവിവാഹിതയായ രാഗിണി അന്നു മുതൽ ഷഫീഖിനൊപ്പമുണ്ട്. അവനുവേണ്ടി വിവാഹം പോലും വേണ്ടെന്ന് വെച്ചു. ജീവിതാവസാനം വരെ ഷഫീഖിന് തണലായി ജീവിക്കാനാണ് രാഗിണി ഇന്ന് ആഗ്രഹിക്കുന്നത്. അന്നും ഇന്നും എന്നെയും കൊച്ചിനെയും ചേർത്തതിൻ്റെ നന്ദിയുണ്ട് എല്ലാവർക്കും കേട്ടോ. എല്ലാ മാധ്യമങ്ങൾക്കും, എല്ലാ ചാനലിനും, എല്ലാവർക്കും, പൊതുജനങ്ങൾക്ക്. ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു, കൊച്ചിനെ എന്നെയും സേഫ് ആക്കണം. എന്നോട് ചോദിച്ചു കൊച്ചിൻ്റെ മരണകാലം വരെ അവൻ്റെ അമ്മയായിട്ട് ജീവിക്കാമെന്നാണ് പറഞ്ഞത്. തൊടുപുഴ സംയോജിത ശിശുവികസന പദ്ധതിയിൽ അറ്റൻഡറായി രാഗിണിയെ നിയമിച്ചുകൊണ്ട് 3 മാസം മുൻപ് സർക്കാർ ഉത്തരവിറക്കി. ഷഫീഖിനൊപ്പം നിൽക്കുന്ന തരത്തിൽ നിയമന സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ ജോലിയിൽ പ്രവേശിക്കൂ എന്ന് രാഗിണി പറഞ്ഞു. ഒടുവിൽ സർക്കാർ രാഗിണിയുടെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങി. ജോലിക്കാര്യത്തിൽ ചില ഇളവുകൾ നൽകി. ഷഫീഖിന്റെ അമ്മയായി അൽ-അസർ ആശുപത്രിയിലെ 7ാം നിലയിലെ മുറിയിൽ രാഗിണിയുണ്ട്. അതീവ സന്തുഷ്ടയായി. റിസർച്ച് ഡെസ്ക് 24.